ദളം കുത്തക്കത്തി കുത്തക്കത്തിക്കിട്ടും താഹും താഹും ദിത്താഹും ദിത്താഹും തതിക്കിട്ടത്തക്കത്തൈ തൈഹി ദിത്തൈ ദിത്തൈ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് ആർട്ടേഷ്യ നഴ്സറി സ്കൂളിലാണ്. നമ്മുടെ കൂടെ ഉള്ളത് ഇവിടുത്തെ ഡാൻസ് ടീച്ചറായിട്ടുള്ള സുനിത മുരളി മാമാണ്. ടീച്ചറോട് ഇവിടുത്തെ കുട്ടികളെ കുറിച്ചും ഈ ഒരു ഡാൻസ് സ്കൂളിനെ കുറിച്ചും അതോടൊപ്പം ടീച്ചർ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെയാണെന്ന് നമ്മൾ ഈ ഒരു ചാനൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടീച്ചർ ഒരിക്കൽ കൂടി നമസ്കാരം. അറിയേണ്ടത്, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്, ടീച്ചർ വീട് കോഴിക്കോടുള്ള തിരുവണ്ണൂര് സ്ഥലത്താണ്. എൻ്റെ ആദ്യ ഗുരു കലാമണ്ഡലം ചന്ദ്രിക ടീച്ചറാണ്. ആ ടീച്ചറെ ഇതിലാണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്തെങ്കിലും എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ടീച്ചറാണ്. ഇപ്പം ടീച്ചറില്ല. ടീച്ചർ മരിച്ചിട്ടിപ്പോൾ 6-7 വർഷം. എത്ര വർഷമായി ഈ ഫീൽഡിൽ? ഞാൻ ഈ ഫീൽഡിൽ 30 വർഷമായി. ഞാൻ ആദ്യം ട്രൂപ്പിൽ പാട്ടായിരുന്നു, മെയിനായിട്ട് പാട്ടായിരുന്നു. പിന്നെ ടീച്ചർ ചന്ദ്ര ടീച്ചറെ കൂടെ നിന്ന് അവരെ ഡാൻസ് പഠിപ്പിച്ച് പിന്നെ ഡാൻസ് ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഇപ്പം രാമനാട്ടുകര നാദം മ്യൂസിക് അക്കാദമി അവിടുത്തെ ഡാൻസ് ടീച്ചറാണ്. പിന്നെ എയർപോർട്ട് സീനിയർ സെക്കൻഡറി സ്കൂളിലെ കരിപ്പൂർ അവിടുത്തെ നൃത്താധ്യാപികയാണ്. പിന്നെ ആർട്ടേഷ്യ നഴ്സറി സ്കൂളിലെ ഡാൻസ് ടീച്ചറാണ്. താനൂർ പരമേശ്വര നൃത്തകലാലയുണ്ട്, അവിടുത്തെയും ഡാൻസ് ടീച്ചറാണ്. പിന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാ ഇവിടുത്തെ കുട്ടികളാണെങ്കിലും ആർട്ടേഷ്യയിലെ കുട്ടികളാണെങ്കിലും നല്ല കുട്ടികളാണ്. പറഞ്ഞു നമുക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവരോട് എന്താ പറയുക, എന്താ പറഞ്ഞു കൊടുത്താൽ അത് പെട്ടെന്ന് ചെയ്യുന്ന കുട്ടികളാണ്. ആർട്ടേഷ്യ ആയാലും നാദായാലും താനൂരായാലും അങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു ഫീൽഡ് എത്രമാത്രം ഈ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് എന്തുണ്ടെങ്കിലും ഈ ഡാൻസും പാട്ടും എൻ്റെ എന്താ പറയുക ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന സാധനമാണ്. ബ്ലഡിൽ വന്നതാണ്. അതോ എനിക്ക് എന്താ പല പല പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഈ ഡാൻസിലും പാട്ടിലൂടെ നമ്മളത് മാഞ്ഞു പോവുകയാണ്. എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും ഡാൻസും പാട്ടും ആയാലും അത് ആ സമയത്തേക്കൊന്നുമില്ല. കല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയാ എല്ലാമാണ്. ബൈ ബർത്ത് കിട്ടിയതാണ്. ഓക്കെ. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്, ഈ ഒരു ഡാൻസിൻ്റെ ഒരു ഫീൽഡിൽ വന്നിട്ട് എത്രമാത്രം സെലിബ്രിറ്റീസിനെയോ അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളൊക്കെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടോ? ആ ടീച്ചറെ കൂടെ ആകുമ്പോൾ മോണിഷ, പിന്നെ വിനീത് ഒരു സിനിമയില്, അവരൊക്കെ നമ്മളെന്തായാലും ഒരു സ്റ്റെപ്സ് എങ്കിലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റി. ചന്ദ്ര ടീച്ചറെ കൂടെയാണെങ്കിൽ മോണിഷേനെ ആണെങ്കിലും ടീച്ചറെ കൂടെ എന്താ പറയുക പോകാനും കാണാനോ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിനീതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. സിനിമാ നടനായിട്ടുള്ള വിനീതുമായിട്ട് അവരെ ചെറുതിൽ അവിടെ ചന്ദ്ര ടീച്ചർ അടുത്ത് നിന്ന് പഠിച്ചൊരു കുട്ടിയായിരുന്നു. വീട്ടിൽ നിന്ന് 2 മാസം അവിടെ നിന്നിട്ട് പഠിച്ച കുട്ടിയായിരുന്നു. അവരൊക്കെ നല്ല എന്താ പറയാ നല്ല കുട്ടികളായിരുന്നു. ഇത്രയും വർഷത്തിന്റെ ഇടയിൽ എന്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വെച്ചാൽ ഡാൻസ് പഠിപ്പിച്ച കുട്ടികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാം നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ആക്കിയെടുക്കണ ഒരാളല്ല ഞാൻ. എന്തെന്നെയാലും കുട്ടികളെ ഇനിയിപ്പം എന്തിതാക്കിയാലും നമ്മളത് ഒരു ഇതായിട്ട് കാണില്ല. അത് കുട്ടികളൊരു തെറ്റായിരിക്കാം, കുട്ടികൾക്ക് അറിവില്ലായ്മയായിരിക്കാം. നമ്മളോട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അത് അറിവില്ലായ്മയെ കൊണ്ട് നമ്മളതൊന്നും കാര്യമാക്കി എടുക്കാതെ നമ്മളെ മക്കളെ മാതിരി കൊണ്ടിടക്കാം. ഇത്രയേ ഉള്ളൂ. ടീച്ചർ പറഞ്ഞു 30 വർഷത്തോളം ഈ ഫീൽഡിലുണ്ടായിരുന്നു. ഈ 30 വർഷം, അതായത് ഒരു 30 വർഷം മുന്നേ ഉണ്ടായിരുന്ന കുട്ടികളുടെ ഒരു കേപ്പബിലിറ്റിയും ഇപ്പത്തുള്ള ഈ കുട്ടികളുടെ കേപ്പബിലിറ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയാം. ഇത് 30 വർഷം പണ്ടത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണ ഇതിനനുസരിച്ച് നമ്മളതിൽ ഒതുങ്ങി നിൽക്കണ കുട്ടികൾ. ഇപ്പം അങ്ങോട്ട് പറഞ്ഞ ചില കുട്ടികൾക്ക് അത് എന്താ പറയാ ഇഷ്ടപ്പെടൂല. പിന്നെ അതൊക്കെയാണ് ഇപ്പോഴും പണ്ടത്തെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അരങ്ങേറ്റം പോലുള്ള സംവിധാനം വരുന്ന സമയത്ത് ടീച്ചേഴ്സ് അല്ലെങ്കിൽ കുട്ടികളായിട്ട് അവരുടെ പേരൻസ് ആയിട്ട് അല്ലെങ്കിൽ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ കോപ്പറേറ്റ് ചെയ്ത് പോകും? അത് അരങ്ങേറ്റമൊക്കെ വരുമ്പം ഒരു 3 വർഷം കഴിയുമ്പോഴൊക്കെ അരങ്ങേറ്റം നടത്താറുള്ളൂ. അത് വരുമ്പോൾ പേരൻസിനെ വിളിക്കും. സംഗതി ഇങ്ങനെയാണ്, അരങ്ങേറ്റാണ്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പം പറ്റാതെ തീരെ പൈസേനെ കൊണ്ടും
ഒക്കെ പറ്റാത്ത കുട്ടികളെ ചെയ്തു കൊടുക്കും, ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. അതിനൊന്നും അത് ആരും പറയില്ല. എത്രയോ ക്യാഷ് കുറച്ചിട്ടും ഒക്കെ ചെയ്തു കൊടുക്കാനുള്ള കുട്ടികൾ തരും. ഇല്ലാത്ത കുട്ടികൾ അതിനനുസരിച്ചിട്ട് വാങ്ങൂല, കളിപ്പിക്കും. അവരെ നിരാശപ്പെടുത്തൂല, കളിപ്പിക്കും. അങ്ങനൊരു ഇതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രിവിലേജ് ആണ്. ഈ ടീച്ചറെ നമുക്ക് നേരിട്ട് കാണാനും, എൻ്റെ മകള് ടീച്ചറെ കൂടെ പഠിക്കുന്നുണ്ട്. ആ ഒരു കെയർ ഓഫിൽ എനിക്ക് ഇവിടെ വന്ന് ടീച്ചറെ ഇൻ്റർവ്യൂ ചെയ്യാനും നമ്മുടെ ഈ ചാനലിൽ ടീച്ചറെ പരിചയപ്പെടുത്താനും കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.